ഹായ് ഫ്രണ്ട്സ്. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, ഇന്ത്യ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായും എൻ്റെ മനസ്സിലേക്ക് ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത്, അപ്പോൾ ഈ കഴിഞ്ഞ 9 വർഷവും അധോഗതി ആയിരുന്നോ എന്നുള്ളതാണ്. ഇന്ത്യയുടെ പുരോഗതി വിലയിരുത്തണമെങ്കിൽ വെറുതെ ബാങ്കുകളുടെ പലിശ നിരക്ക് മാത്രം നോക്കിയാൽ മതി. ഏറ്റവും കുറവ് പലിശ നിരക്കുള്ള വായ്പയാണ് ഹൗസിംഗ് ലോൺ. കാരണം ദീർഘകാല വായ്പയാണ്. 20 വർഷം 25 വർഷമൊക്കെയാണ് ഹൗസിംഗ് ലോണിന്റെ കാലാവധി. ഹൗസിംഗ് ലോണിന് ഇപ്പോൾ പലിശ 10% മുകളിലാണ്. അത് വെറും 6%, 6.5% ആയിരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് പലിശ നിരക്ക് ഇതേ നിരക്കിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാത്തത്? നാണ്യപ്പെരുപ്പം കൂടുതലാണ്. ഇൻഫ്ലേഷൻ കൂടുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? നിങ്ങളുടെ സമ്പാദ്യം കുറയുന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഞാൻ 10,000 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഈ മാസം വാങ്ങണമെങ്കിൽ ഒരു 12,000 എങ്കിലും കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ എനിക്ക് 2,000 രൂപ കൂടുതലായി ചിലവാക്കേണ്ടി വരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ വരുമാനം കുറയുന്നു. കയ്യിലേക്ക് വരുന്ന സാലറി അല്ലെങ്കിൽ ശമ്പളം സെയിം ആണെങ്കിൽ പോലും കൂടുതൽ ചിലവാക്കേണ്ടി വരുന്നു. അതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ദേശാൽകൃത ബാങ്കിൽ ഇതാണ് പലിശ നിരക്കെങ്കിൽ സഹകരണ ബാങ്കിലെ കാര്യം ആലോചിച്ച് നോക്കിയേ, 16-18%. അപ്പോൾ പ്രൈവറ്റ് ബാങ്കുകളോ? ആലോചിക്കാനേ വയ്യ. അതാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇന്ത്യയുടെ പുരോഗതിയെ പറ്റി ഇതിനേക്കാൾ ലളിതമായി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ.